ഹായ് ഫ്രണ്ട്സ്, ഞാനിന്ന് പറയാൻ പോകുന്നത് നമ്മുടെ URLിൻ്റെ ലിങ്കുകൾ എങ്ങനെ ഷോർട്ട് ചെയ്യാം എന്നതിനെക്കുറിച്ചുള്ള ഒരു അറിവാണ്. പ്ലേ സ്റ്റോറിൽ നിന്നും സൗജന്യമായി ലഭിക്കുന്ന ഒരു ആപ്ലിക്കേഷൻ ഉപയോഗിച്ചാണ് ഞാനിത് ചെയ്യുന്നത്. ഇതിൻ്റെ ലിങ്കുകൾ വേണ്ടവർക്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ വെക്കുന്നുണ്ട്. അവിടെ നിന്നും ഡൗൺലോഡ് ചെയ്ത് എടുക്കാവുന്നതാണ്. നമുക്ക് നോക്കാം ഇത് എങ്ങനെ ഉപയോഗിക്കാമെന്ന്. ഇതിനു വേണ്ടി ഞാൻ URL ഷോർട്ട്നർ എന്നൊരു ആപ്ലിക്കേഷനാണ് ഉപയോഗിച്ചിരിക്കുന്നത്. ഇത് പ്ലേ സ്റ്റോറിൽ നിന്നും സൗജന്യമായി ലഭിക്കുന്ന ഒരു ആപ്ലിക്കേഷനാണ്. ഇത് ഓപ്പൺ ചെയ്താൽ ഇങ്ങനെയൊരു ഇൻ്റർഫേസ് ആകും നമ്മൾക്ക് കിട്ടുക. ഇതിന് താഴെ കാണുന്നതെല്ലാം ഞാൻ ഇതിനു മുന്നേ ഷോർട്ട് ചെയ്തിട്ടുള്ള ഓരോ ലിങ്കുകളാണ്. ഇതിൽ കൂടുതലായിട്ടുള്ള ഓപ്ഷനൊന്നുമില്ല. റീസെൻറ്റ്, സ്റ്റാർഡ് എന്നീ 2 ഓപ്ഷൻ മാത്രമേ ഉള്ളൂ. സ്റ്റാർഡ് എന്നുള്ളത് നമുക്ക് സ്റ്റാർട്ട് ചെയ്ത് നമ്മൾ കോപ്പി ചെയ്യുന്ന ലിങ്കുകൾ സ്റ്റാർ ബട്ടൺ ക്ലിക്ക് ചെയ്തുകൊണ്ട് സേവ് ചെയ്ത് വെക്കാവുന്ന ഒരു ഓപ്ഷൻ മാത്രമാണ്. ഇനി എങ്ങനെയാണ് ഇതിലേക്ക് നമ്മൾ ആഡ് ചെയ്യുന്നത് URL എന്ന് നമുക്ക് നോക്കാം. നമ്മൾ ബാക്ക് പോയിട്ട് ബ്രൗസർ ഓപ്പൺ ചെയ്തുകൊണ്ട് ഒരു സൈറ്റ് നമുക്കിവിടെ ഓപ്പൺ ചെയ്യാം. ഇപ്പോൾ കേരള PSC ഓൺ ടൈം രജിസ്ട്രേഷൻ എന്നുള്ള ഈ സൈറ്റ് ഞാൻ ഓപ്പൺ ചെയ്ത് ഇതിൻ്റെ അഡ്രസ് ബാറിൽ നമ്മൾ പ്രസ് ചെയ്ത് ഇത് കോപ്പി ചെയ്യുക. ഇത് മുഴുവനായി നമ്മൾ കോപ്പി ചെയ്യുക. ഇനി നമ്മൾ ബാക്ക് പോയി URL ഷോർട്ട്നർ ഓപ്പൺ ചെയ്ത് അതവിടെ പേസ്റ്റ് ചെയ്യുക. ഇനി URLൻ്റെ ഈ സിമ്പിൾ ക്ലിക്ക് ചെയ്തുകൊണ്ട് നമുക്കിത് ഷോർട്ട് ചെയ്തെടുക്കാം. ഇത് ഷോർട്ട് ചെയ്യാൻ സാധിക്കുന്നില്ല എന്നാണ് കാണിക്കുന്നത്. നമുക്കിവിടെ ടൈപ്പ് ചെയ്യാം കേരള PSC. URL കോപ്പി ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് തിരിച്ചു പോയി URL ഷോർട്ട്നർ ഓപ്പൺ ചെയ്ത് പേസ്റ്റ് ചെയ്ത് ഇപ്പോൾ നിങ്ങൾക്ക് കാണാം URL ഇവിടെ പേസ്റ്റ് ആയിരിക്കുന്നത്. ഇതിൽ നോട്ടിഫൈ, കോപ്പി, ഷെയർ, സേവ് എന്നീ 4 ഓപ്ഷനുമുണ്ട്. ഈ നോട്ടിഫൈ എന്നുള്ള ക്ലിക്ക് ചെയ്താൽ നമുക്കത് വീണ്ടും ഒന്നുകൂടെ ചേഞ്ച് ചെയ്യാം. ഇത് കോപ്പി കൊടുത്താൽ അത് കോപ്പി ചെയ്യാം. അതുപോലെ തന്നെ ഷെയർ ബട്ടൺ ക്ലിക്ക് ചെയ്താൽ നമുക്ക് അത് ഫേസ്ബുക്കിലൂടെയോ വാട്സപ്പിലൂടെയോ ഫേസ്ബുക്ക് പേജിലൂടെ ഏതിലെയും നമുക്ക് വേണമെങ്കിൽ ഷെയർ ചെയ്യാം. പിന്നെ നമുക്ക് സ്റ്റാർ കൊടുത്ത് സേവ് ചെയ്ത് വെക്കാം. ഇനി നമുക്കത് ഓപ്പൺ ചെയ്ത് നോക്കാം. നമ്മൾ കോപ്പി ചെയ്ത് URL ഇവിടെ പേസ്റ്റ് ചെയ്ത് ഇപ്പോൾ നിങ്ങൾ കാണാം ആ പേജിലേക്ക് നേരെ അത് ഓപ്പൺ ആയിട്ടുള്ളത്. ഞാൻ പറഞ്ഞെന്ന അറിവ് കൂട്ടുകാരിലേക്ക് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ഇനിയും എൻ്റെ ചാനലിനെ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതോടൊപ്പം